ആ ഗിരിഗിരി ഇത് എവിടെ എഴുതി വെച്ചെന്നാ പറഞ്ഞത്? ശാശ്വത ശത്രു. മൻഹാട്ടൻ മണികൾ. മണിയമോട് ഇവനിതെന്നെ കുത്തിക്കുറിച്ച് വെച്ചേക്കണ. ആ, ഇൻഷുറൻസ് പശു. അതെപ്പോ തുടങ്ങി? പട്ടിക്ക് ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവന് ഇനി പശുവിനും തുടങ്ങിയോ? അവള് ഡാൻസ് ക്ലാസ്സിൽ പോയി. ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അയച്ചോ? അവരാദ്യം ചോദിച്ച് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രെഡിറ്റ് കാർഡിൽ എങ്ങനെയാടി $1000 ബില്ല് ഒന്നിച്ചു വന്നത്? നമ്മളതേ പച്ചക്കറിയും ഗ്രോസറിയും മാത്രമല്ലേ വാങ്ങിക്കുന്നുള്ളൂ. ഇതായ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാർ പാരയാന്ന് പറയുന്നത്. ചുമ്മാ ഒന്നും നോക്കാതെ ഇട്ട് അങ്ങ് ഉരയ്ക്കുമല്ലേ. കയ്യിലിട്ട് കാശ് കൊടുക്കുമ്പോഴേ അതിന്റെ വിവരം അറിയുള്ളൂ. ഇനി ഇതൊക്കെ വാങ്ങിച്ചതാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും? അതിന് ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചതിന്റെ എല്ലാം കണക്കെഴുതി ഒരു പേപ്പറെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 20 പൗണ്ട് പഴം, $40. ഇവളെന്നെ ഞാൻ അറിയാതെ വല്ല ആനയെ മറ്റോ വളർത്തുന്നുണ്ടോ? 15 പൗണ്ട് മുന്തിരി, $30. എന്റെ കണക്ക് കിട്ടിയോ? കിട്ടി. ഇതെന്നാ ഡിറൻസി? നീ ഞാൻ അറിയാതെ വല്ല ജ്യൂസ് കടയിൽ നടത്തുന്നുണ്ടോ? പൗണ്ട് കണക്കിനല്ലേ പഴവും മറ്റും മേടിച്ചു വെച്ചേക്കണേ. 300 രൂപയുടെ ഫ്രൂട്ട്സ് തന്നെയാ ഈ മാസം മേടിച്ചേക്കണത്. അതിന് ഗ്രഗറി നമ്മുടെ കൂടെ ചേർന്നിട്ടില്ലേ? അവൻ എപ്പോഴും എന്തേലും ഒക്കെ സ്നാക്ക് ചെയ്യാൻ വേണം. അവന് വേണ്ടിയിട്ടാണ് ആ ഡോളർ കടയിൽ പോയി $1 കിട്ടുന്ന കുറെ കുക്കിയും കുറെ ക്രാക്കേഴ്സും ഒക്കെ മേടിച്ചു വെച്ചാ പോരെ? അവനതൊന്നും കഴിക്കത്തില്ല. അവന് ഫ്രൂട്ട്സ് തന്നെ വേണം. ഓ, ഫ്രൂട്ട്സ് തന്നെ. ഉള്ളാപ്പിള്ളയല്ലേ, എപ്പോൾ നോക്കിയാൽ എന്തെങ്കിലും വായിക്കകത്ത് കുത്തി കയറ്റിക്കൊണ്ടിരിക്കും. എന്നാ ആ ഫോൺ എടുത്ത് ആരെയെങ്കിലും ഒന്ന് വിളിക്കണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈയിടയ്ക്ക് ഏതാണ്ടൊക്കെ ഇരുന്ന് കുത്തിക്കുറിക്കണുണ്ട്. ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് വിചാരിച്ചു ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാന്ന്. അറിയാതെ ആ പേപ്പറൊന്ന് മറിച്ച് നോക്കുമ്പോഴല്ലേ ഏതാണ്ട് കഥയോ നോവലോ ഏതാണ്ടൊക്കെ എഴുതി വെച്ചേക്കണുണ്ട്. അവനാ ഫ്രൂട്ട്സ്. അവന് ശമ്പളമോ കൊടുക്കുന്നില്ല. ചില നല്ല ആഹാരമെങ്കിലും കൊടുക്കണ്ടേ? ഇക്കണക്കിന് അവന് ശമ്പളം കൊടുക്കുന്ന നല്ലത്. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഫ്രൂട്ട്സ് കടയിൽ കൊടുക്കാനേ കാണുള്ളൂ. ആ ബ്രഹ്മദത്തൻ നമ്പൂരി പറഞ്ഞു ഓർക്കുന്നില്ലേ, കഷ്ടകാലത്ത് അവനാ നമുക്കൊരു ആശ്വാസം എന്ന്. അങ്ങേർക്ക് അതൊക്കെ പറയാം, പക്ഷെ തീറ്റി പോരുന്നത് നമ്മളല്ലേ. ദേ, കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. പാവം കിട്ടും. അവനാണെ നമ്മുടെ കൂടെ ഉള്ളത് എന്തൊരു സഹായമാ. വീട്ടിലെ പണിയിലെല്ലാം അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കാണേൽ അവൻ ജനിക്കാതെ പോയൊരു അനിയനെ പോലെ. എനിക്കാണെങ്കിലേ അവൻ വളരാതെ പോയൊരു ചേട്ടനെ പോലെയാ. ഈ തിന്നുന്നതൊക്കെ എങ്ങോട്ടാ പോണെന്ന് എനിക്കറിയാൻ മേല. റിൻസി ചേച്ചി നേരത്തെ എത്തിയോ? ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. ചേട്ടാ ഇത്ര നേരമായിട്ട് ഇതെ പണിതുകൊണ്ടിരിക്കുവാണോ? ഈ ഫയൽ ഇതുവരെയും തീർത്തില്ലേ? ഇപ്പൊ തീർത്തോളാം. ഇത് കാലിഫോർണിയ സ്ട്രോബെറി അല്ലല്ലേ? പക്ഷേ സീസൺ ആണല്ലോ, കിട്ടിയില്ലേ? നിനക്ക് കാലിഫോർണിയ സ്ട്രോബെറി തന്നെ മേടിക്കാൻ മേലഞ്ഞോടി. കുഞ്ഞാങ്ങൾക്ക് അതല്ലേ ഇഷ്ടം. എനിക്ക് കാലിഫോർണിയ സ്ട്രോബെറി ഒഴിച്ച് വേറെ ഏത് വെറൈറ്റി കഴിച്ചാലും നാക്ക് തടിച്ചു വരും. എന്നിട്ടും കഴിപ്പിന് യാതൊരു കുറവൊന്നുമില്ലല്ലോ. അതിനും കഴിക്കാതിരുന്നാൽ മതി. അതേ, ഇത് ഊണിന് പകരം കഴിക്കാനുള്ളതല്ല. അത് പറഞ്ഞപ്പോഴാ ഊണ് തയ്യാറായോ? മീൻകറി ഉണ്ടോ? ഊണിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്നലെ നിന്റെ ഈ നോട്ട്ബുക്ക് ഞാനൊന്ന് എടുത്ത് മറിച്ച് നോക്കി. നീ എന്തൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണത്? നീ എന്നെ കഥ എഴുതി പഠിക്കുക? ചേട്ടാ ഈ കണ്ടല്ലേ, അത് കഥയല്ല, കവിതയാ. കവിത? ഇൻഷുറൻസ് പശു, മൻഹാട്ടൻ മണികൾ, ശാശ്വത ശത്രു. അത് ഞാൻ ചേട്ടായുടെ മനസ്സിൽ നിന്ന് ഞാൻ എഴുതിയതാ. അതെനിക്ക് ആ തലക്കെട്ട് കണ്ടപ്പോഴേ മനസ്സിലായി. കർത്താവേ, ഇവനെയാണല്ലോ ഞാൻ ഇത്രയും വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കണത്. അയ്യോ ചേട്ടായി, അത് ചേട്ടായിയുടെ പട്ടിപ്പേടിയെക്കുറിച്ചാ. ശത്രു എന്ന് പറയുന്നത് പട്ടിയാ. ചേട്ടായിയുടെ പട്ടിയുമായിട്ടുള്ള ശത്രുതയാണ് ഈ കവിത. കവിതയോ?
ഇതോ? ശ്യാമാംബരത്തിൽ വീണ്ടും ഷാനൻ്റെ മുരൾച്ചകൾ. അതങ്ങനെയല്ല വായിക്കേണ്ടത്. ശാശ്വത ശത്രു. ശ്യാമാംബരത്തിൽ വീണ്ടും ശ്വാനൻ്റെ മുരൾച്ചകൾ. ശബ്ദം ഭയന്നു ഞാൻ ഇരുളിൽ പരതവേ. ശ്വാനൻ്റെ തീഷ്ണമാം കണ്ണുകൾ. ശരക്കാലം വന്നുപോയി, ശിശിരങ്ങൾ കൊഴിഞ്ഞുപോയി. ശാരികേ, നീയും ശ്യാമിൻ്റെ കൂടെ പോയി. എന്നാടാ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനാണ് ഈ ശാരിക. ഒരു കവിതയാകുമ്പോൾ ആത്മകഥാംശമുണ്ടെങ്കിലേ തീവ്രതയുണ്ടാവൂ. ചേട്ടായിക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ ഓർത്തു വെച്ചോ, അവസാനം ചോദിച്ചാൽ മതി. ഓക്കെ? ഫ്ലോ കളഞ്ഞില്ലേ? ഇനി ഞാൻ ആദ്യം മുതൽ തുടങ്ങണ്ടേ? നല്ല റൈമിംഗ് ഉണ്ട്. എല്ലാം ഷാവച്ച അല്ലേ? ചേച്ചി അത് ശ്രദ്ധിച്ചല്ലേ? ശരക്കാലം വന്നു പോയി, ശിശിരങ്ങൾ കൊഴിഞ്ഞുപോയി. ശാരികേ, നീയും ശ്യാമിൻ്റെ കൂടെ പോയി. എന്നിട്ടും ശാശ്വത ശത്രു നീ ബാക്കിയായി. ശ്വാനൻ്റെ മുരൾച്ചകൾ സാന്ദ്രമായി. Okay, Sapna, you can set an appointment tomorrow. Okay, that's no problem. It's okay. Okay, bye. അല്ല, നമ്മുടെ പരിപാടിയുടെ നോട്ടീസൊക്കെ ഇറങ്ങിയല്ലോ. ന്യൂജേഴ്സി വെച്ചാണല്ലേ? എല്ലാ വമ്പന്മാരും ഉണ്ടല്ലോ. ഏതായാലും എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് സ്റ്റേജിൽ കയറാൻ ഒപ്പിച്ചു തരണം. നമ്മുടെ കായലേ. കായല്ലടോ, കയ്യ. കേരള അസോസിയേഷൻ ഓഫ് ഇൻഷുറൻസ് ഏജൻറ്റ്. ടെൽ മീ, ഹൂ ഈസ് ഇൻ ഇൻഷുറൻസ് ഏജൻറ്റ്? ഇൻഷുറൻസ് ഏജന്റ് ഈസ് നത്തിങ് ബട്ട് ഓൾസോ ആപത്ത് കാലത്തൊരു കൈസഹായം അല്ലേ? അതല്ലേ ഇൻഷുറൻസ് ഏജൻറ്റ്? അങ്ങനെ ഞാൻ ആലോചിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പേരാണ് കയ്യ. അതല്ലേ അതിൻ്റെ പടം ഇവിടെ ഇരിക്കുന്നത്? ഓ, അങ്ങനെയാണല്ലേ. ഞാൻ വിചാരിച്ചു ഈ കായ പറിക്കാൻ നീണ്ടു നിൽക്കുന്ന കയ്യെ പോലെയാണെന്ന്. എന്തെങ്കിലും ആട്ടെ, ന്യൂജേഴ്സി വെച്ച് ഇത്തരം ഒരു കോൺഫറൻസ് നടക്കുമ്പോഴേ എനിക്ക് അതിനകത്ത് പ്രസംഗമായിട്ടോ സെമിനാറായിട്ടോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണം. അതായത് ഈ തേക്കങ്ങോട്ടിൽ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ. എടോ, തനിക്കറിയില്ലേ ഇവിടുത്തെ മലയാളി പരിപാടികളുടെ കാര്യം? അതൊക്കെ എനിക്കറിയാം. സദസ്സിലിരിക്കാൻ ഒരു മനുഷ്യനെ കിട്ടില്ല, സ്റ്റേജിൽ കയറിയിരിക്കാൻ ഇടിയ. അതൊക്കെ എനിക്കറിയാം. താൻ വിചാരിച്ച നടക്കും. എടോ, എല്ലാ മലയാളം പത്രങ്ങളിലും ഫോട്ടോ വരുന്ന കേസല്ലേ? എൻ്റെ ഫോട്ടോയും ആ പത്രങ്ങളിൽ അച്ചടിച്ച് വന്നെങ്കിലല്ലേ 4 പേരുടെ മുമ്പിൽ എനിക്കും ഒന്ന് നിവർന്ന് നിൽക്കാൻ ഒക്കുള്ളൂ. ഞാൻ ശ്രമിക്കാം. ആ, താനൊരു പണി ചെയ്യ്. ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഡീറ്റെയിലും ഐഡിയും ഒരു പേപ്പറിൽ എഴുതിയതാ. അത് ഞാൻ ഇപ്പം എഴുതിത്തരാം. ഇപ്പം എഴുതിത്തരാം. ഏത് പേജ് തുറന്നു നോക്കിയാൽ ആ ഗ്രിഗറിയുടെ കവിതയാണല്ലോ. ആ, അതൊന്നും സാരമില്ലെന്നേ. ആ പേജിൻ്റെ പിന്നിലും എഴുതി തന്നാൽ മതി. ഇത് കണ്ടോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ ഭരതനാട്യം ചെയ്തപ്പോൾ എടുത്ത പടവാ. അതിന് ഫസ്റ്റ് എനിക്കായിരുന്നു. പിന്നെ കഥ, കവിത രചന, ഫാൻസി ഡ്രസ്സ്, എന്തിനു പറയുന്നു, ആ കൊല്ലത്തെ സ്കൂളിലെ കലാതിലകം ഞാനായിരുന്നു. ചേച്ചി കവിതയൊക്കെ എഴുതുമായിരുന്നോ? പിന്നെ അതും ഇംഗ്ലീഷിൽ. അതിൻ്റെ വരികളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ത്രൂ മൈ വിൻഡോ ദ സൺ ഇസ് ഷൈനിങ്, ത്രൂ മൈ വിൻഡോ the moon is smiling, on the tree the bird is singing, in the river the fish is swimming. ബാക്കി ഞാൻ മറന്നുപോയി.
ബാക്കി അറിയാമായിരുന്നെങ്കിൽ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തേനെ. ചേച്ചി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ കൊച്ചിലെ ഞാൻ എല്ലാ പരിപാടികൾക്കും എന്തും മിടുക്കിയായിരുന്നെന്നോ. പിന്നെ ഇത് ഞാനേ കെട്ടിയ പിന്നെ എൻ്റെ കഴിവുകൾ ഞാൻ പോലും അങ്ങ് മറന്നുപോയി. അതെന്താ ചേച്ചി ഈ ചേട്ടായിക്ക് ഇതിലൊന്നൊരു വാസന ഇല്ലാതെ പോയത്? വാസനയില്ലാത്തതേ ഞാൻ രാവിലെയും വൈകുന്നേരവും നല്ല സോപ്പ് തേച്ച് നന്നായിട്ട് കുളിക്കുന്നതുകൊണ്ടാ. ആ വീണ്ടും ആക്രിപ്പെട്ടി എടുത്ത് വെച്ചോ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതോ പിച്ചക്കാരിയുടെ വേഷം കെട്ടിയതിന് ഒരു സോപ്പ് പെട്ടി സമ്മാനമായിട്ട് കിട്ടി പോലും. കല്യാണം കഴിച്ച ഇടയ്ക്ക് മിക്ക ദിവസവും ഇതും പൊക്കി എടുത്തോണ്ട് വരും. അന്നൊക്കെ പിന്നെ ഇത് സഹിച്ചല്ലേ വെക്കുള്ളൂ. നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ലേ. എടാ നിന്നോട് ആ ടാക്സ് ഫയൽ ചെയ്യാൻ ഞാൻ അക്കൗണ്ടന്റിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ, നീ പോയോ? ബെസ്റ്റ്. ഈ ബാലൻസ് ഷീറ്റ് കൊണ്ട് ചെന്നപ്പോൾ അങ്ങേര് തല്ലിയില്ലെന്നേ ഉള്ളൂ. ഈ പ്രോഫിറ്റും കൊണ്ട് തന്നെത്താനെ അങ്ങ് ചെയ്താൽ മതി എന്ന് അങ്ങേര് പറഞ്ഞു. അയനാ അടുത്ത വർഷം 4 കാശുണ്ടാക്കാതെ അങ്ങോട്ട് ചെല്ലല്ലെന്ന് അയാൾ പറഞ്ഞു. കേട്ടല്ലോ, നീ ഈ ആക്രിപ്പെട്ടി നോക്കി കവിതയും ചൊല്ലി പഴവും തിന്നോണ്ട് ഇവിടെ ഇരുന്നു. എടാ ഇന്നല്ലേ ആ വീട്ടിൽ പോളിസിയുടെ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞിരുന്നത്. നീ ആ പേപ്പറൊക്കെ റെഡിയാക്കിയോ? ആ എന്നാ വാ, സമയം പോയി വാ. എപ്പം വന്നു? അവനെന്തീ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവനെ എവിടെയും കണ്ടില്ല. ഞാനിങ്ങ് പോന്നു. ചേട്ടാ ഇത് എന്നാ പണിയാ കാണിച്ചേ? ഞാൻ അവിടുന്ന് ഇവിടം വരെ നടന്നാ വന്നെ. നീ എവിടെ പോയിരിക്കായിരുന്നു? ആ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ നിന്നെ ഞാൻ എവിടെയും കണ്ടില്ലല്ലോ. ഞാൻ അവിടുന്ന് മാറിയ 10 അടി അകലെ ലേക്കിന്റെ സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലേക്കിന്റെ സൈഡിൽ നോക്കി നടക്കല്ലേ, നിനക്ക് അവിടെ നിൽക്കാൻ പറ്റഞ്ഞു? ഓ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്നെ ആരോ വധിക്കാൻ ശ്രമിച്ചു. പിന്നെ നിന്നെ ആരാണ്ട് വധിക്കാൻ ശ്രമിക്കും? നിന്നെ വധിച്ചിട്ട് ആർക്ക് എന്നാ കിട്ടാനാ? ഞാൻ കണ്ടതാ. ഇതിലെ കൂടെ ഒരു മുട്ടം കല്ലുവന്ന് ആ ലേക്ക് വന്ന് വീഴുന്നത്. അതുമല്ല മീനും ചത്ത് വീണതായിരിക്കൂടാ. പിന്നെ മീൻ ആകാശത്ത് നിന്നല്ലേ ചത്ത് വീഴുന്നത്. നീ ഏതായാലും ഇച്ചിരി സൂക്ഷിക്കണം. അസൂയക്കാരായിരിക്കും. രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമാണ് ഈ മലയാളി എഴുത്തുകാർ. കൊല്ലാൻ പോലും മടിക്കുകയല്ല അവർ. എന്തായാലും അതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടായി. ഞാൻ ചേച്ചിയോട് അന്ന് പറഞ്ഞ കവിതയില്ലേ, അതിന് നല്ലൊരു എൻഡിങ് കിട്ടി. എന്നാ കേട്ടോ. കൂരിരുട്ടിൽ നിന്നെന്നെ കല്ലെറിയും കശ്മല, നേരിൽ വരിക എൻ മാറു പിളർക്കുക, മരണം മരണം ശാശ്വത മരണം, അത് തന്നെയല്ലോ എന്നുമെൻ ലക്ഷ്യം. മതിയടാ, 2 ആഴ്ചയായിട്ട് ഇത് തന്നെ കേട്ട് കേട്ട് എൻ്റെ തല പെരുക്കണു. റിൻസി, ചോറ് റെഡിയാണെങ്കിൽ അവനെടുത്ത് കൊട്. കുറച്ചു നേരമെങ്കിലും അവൻ്റെ വായൊന്ന് അടഞ്ഞിരിക്കുമല്ലോ. അത് ശരിയാ, ചോറെല്ലാം റെഡി ആയിട്ടിരിക്കുക. നിനക്ക് ഇഷ്ടമുള്ള മീൻകറിയും വെച്ചിട്ടുണ്ട്, നെയ്മീൻ കറി. ഓ വേണ്ടായിരുന്നു, ഞാൻ വരുന്ന വഴിക്ക് ബർഗർ കഴിച്ചതാ. എന്നാലും 2 ഉരുള കഴിക്കാം. ഒരു ബർഗർ കണ്ട് നിനക്ക് എന്നാ പറ്റാനാ? ഉണ്ണ ചെന്നുണ്ണ. ഉണ്ടായിരുന്ന ഒരു സെൽഫോൺ വെള്ളത്തിൽ പോയത് മെച്ചം. അയ്യോ അതെങ്ങനെ? എടി ഞാൻ ഇന്ന് പോളിസിക്ക് പോയില്ലേ, ആ വീട്ടിലെ പെണ്ണും പിള്ളയോട് ഞാൻ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കി വന്നപ്പോൾ അവർ പറയാ നാളെ രാവിലെ വന്ന് അവരുടെ ഭർത്താവിനോട് കൂടെ സംസാരിക്കണമെന്ന്. കലിയിളകി ഞാൻ ഒരു വിധം പുറത്ത് വന്നപ്പോഴോ ആ പോത്തിനെ എവിടെയും കണ്ടില്ല. അയ്യോ എനിക്ക് വന്ന ദേഷ്യം. ചുറ്റുപാടും കണ്ണോടിച്ച് നോക്കിപ്പോണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്തുള്ള ലേക്കിന്റെ സൈഡിലെ മരത്തെ ചാരിയിരുന്നേ ഇവൻ കവിത എഴുതുക. എനിക്ക് വന്ന കലിക്ക് കയ്യിലിരുന്ന സെൽഫോൺ കൊണ്ട് ഒറ്റ കീറങ്ങ് കൊടുത്തു. അവൻ കവിത എഴുതുന്നതിന് അച്ഛൻ എന്നെ എത്ര സങ്കടം. കവിത മണ്ണാങ്കട്ട. നീ മലയാളത്തിലെ നല്ല കവിതയൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ടാ. ആ ഏതായാലും ആ പ്രസവ ഗോപിയുടെ നമ്പർ ഇത്തല്ലേ എഴുതി വെച്ചത് ഭാഗ്യം. നീ ആ ഫോണിങ് എടുത്തോണ്ട് വന്നേ, അവനെ ഒന്ന് വിളിക്കട്ടെ. ഇതാരപ്പാ ഈ സമയത്ത്? ഹലോ, ദിസ് ഇസ് ഗോപി, ഐ ഡെലിവർ. ഹായ്, ദിസ് ഈസ് ജോർജ് തേക്കുംമൂട്ടിൽ. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ആൻഡ് ഡെഫിനറ്റ്ലി. ഓ മതിയടാ, നീ കാര്യം പറ. അല്ല ഗോ സാറേ, ഞാൻ നമ്മുടെ കയ്യയുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. തൻ്റെ കാര്യം ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. തനിക്കറിയാലോ, ഇവിടെ 20-30 വർഷമായിട്ട് ഇൻഷുറൻസ് നടത്തുന്ന താപ്പാനകളുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്നൊക്കെ പിരിവ് വാങ്ങിച്ചാണ് വലിയ തെറ്റൊന്നും കൂടാതെ ഇത് കൊണ്ടു നടക്കുന്നത്. തൻ്റെ കാര്യം എത്ര പറഞ്ഞിട്ടും അവരങ്ങ് അടുക്കുന്നില്ല. എടോ താൻ ഒന്നോടെ ഒന്ന്. ഓ ഒരു രക്ഷയില്ല, താൻ പേടിക്കണ്ടോ. തൻ്റെ കമ്പനിയുടെ പേര് 4 പേര് അറിയണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള പണിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
താൻ പേടിക്കണ്ടോ, ധൈര്യമായിട്ടിരിക്കേ. പ്രിയപ്പെട്ടവരെ, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ പോയ ഒരു പാഴ്കടലാസിൽ വളരെ യാദൃശ്ചികമായാണ് ഈ കലാകാരൻ്റെ കവിതകൾ ഞാൻ കണ്ടത്. ഈ ദൈനംദിന ഇൻഷുറൻസ് ജീവിതത്തിനിടയിൽ നമ്മൾ മറന്നുപോയ പല സത്യങ്ങളെയും ഈ കവിതകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത്തരമൊരു കവിതയാകട്ടെ അടുത്തതായി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ് മീ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് ഗ്രെഗറി ജോൺ. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഫീൽഡിൽ എന്നെ പിച്ച ചെയ്യാൻ പഠിപ്പിച്ച പിച്ച വെക്കാൻ പഠിപ്പിച്ച ശ്രീ ജോർജ് തേക്കുമൂട്ടിലിന് ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് ബില്ല് മാറിപ്പോയേ. ഇൻഷുറൻസ് പശു. തന്നു നീ അമ്മേ കൈകളും കാൽകളും, തന്നു നീ കണ്ണീർ കിനിയും മിഴികളും, തന്നു നീ കവിതകൾ മിഴികൾ തുടയ്ക്കാനും, തന്നില്ല നീ എനിക്ക് ഇൻഷുറൻസ് മാത്രം. പട്ടിക്കുമുണ്ട് ഈ നാട്ടിൽ ഇൻഷുറൻസ്, പൂച്ചയ്ക്കുമുണ്ട് പോളിസി പലവിധം, എങ്കിലും ഇന്നും എനിക്കില്ല ഇൻഷുറൻസ് മാത്രം.